ഞാനും ഗുണ്ടും കൂടി എവിടെയെങ്കിലും പോവുകയാണോന്നൊന്നും വിചാരിക്കണ്ട. അവനെ ഒരിടവും കൊണ്ടുപോണില്ല. എൻ്റെ ഇളയ മോളെ PTA മീറ്റിംഗാണ്. അപ്പോൾ അവൻ കൂടെ വണ്ടിയിൽ ഞാൻ താക്കോലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഓടി വന്ന് വണ്ടിയിൽ കയറിയിരിക്കും. പിന്നെ ഞാൻ അവനെയും കൊണ്ട് വെളിയിൽ ഇറക്കിയിട്ട് നേരെ അവനെ അകത്തോട്ട് കയറ്റുകയാണ്. എന്തായാലും വണ്ടി ഗേറ്റ് തുറക്കുമ്പോൾ അല്ലെങ്കിൽ അവൻ ഓടിക്കളയും. ഇല്ലെങ്കിൽ അവനെ കെട്ടിയിട്ടിട്ട് പോകണം. ഞങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ അവനെ കെട്ടിയിട്ടിട്ട് പോകണം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അഴിച്ചു വിട്ടു. അപ്പോൾ എന്നെ ഇങ്ങനെ ഗേറ്റ് തുറക്കുമെന്ന് നോക്കിയിട്ട് ഇങ്ങനെ അനങ്ങാതെ നിൽക്കണം കണ്ട. എന്നിട്ട് ഞാൻ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടൊന്നും അവൻ അനങ്ങണില്ല. ഞാൻ ഗേറ്റ് തുറക്കണ പ്രതീക്ഷയോടെ ഇരിക്കണം. എനിക്കത് കണ്ടപ്പോൾ പാവം തോന്നി കേട്ടാ. ഇങ്ങനെ ഗേറ്റ് ഇപ്പം തുറക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ. പിന്നെ ഞാൻ പോയി PTA മീറ്റിങ്ങിന് പോയി. വലിയ മാർക്കൊന്നും ഇല്ല, അഡ്ജസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് പാസ്സൊക്കെ ഉള്ളൂ. ഒരു വിഷയം പോയി മലയാളത്തിന്. പിന്നെ നേരെ തിരിച്ച് ഞാൻ വന്നു. എന്നെ കണ്ടതും പിന്നെ അത്ര പിള്ളേരെ കാണുമ്പോഴത്തെ ഒരു ചാട്ടമൊന്നുമില്ല. പിന്നെ വന്ന് നേരെ ഭയങ്കര ക്ഷീണം എനിക്ക്. എനിക്ക് വയ്യ. PTA മീറ്റിങ്ങിന് ചെമട കണക്കിനുള്ള മാർക്കൊക്കെ കണ്ട് അങ്ങ് ക്ഷീണിച്ചു പോയി. അങ്ങനെ ഇത് ഈ മിഡ് പരീക്ഷയാണ്. അപ്പോൾ അതിൻ്റെ മാർക്ക്. അപ്പം വന്നിട്ട് മോള് പറഞ്ഞു ഓണപരീക്ഷയ്ക്ക് ഞാൻ എല്ലാത്തിനും നല്ല മാർക്ക് മേടിച്ചോളൂ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ വലിയ മൈൻഡൊന്നും ചെയ്തില്ല. പിന്നെ ഞാൻ ഇവിടെ വന്നിരുന്ന് കുറേ നേരം ഇങ്ങനെ ഇരുന്നതെന്ന് വെച്ചാൽ അവർ വരാൻ സമയം വൈകുന്നേരം ഒരു 3 മണിക്കൊക്കെ ആയിരുന്നു, 3, 3:30 ആയിരുന്നു PTA മീറ്റിംഗ്. ഇനിയിപ്പോൾ 4 മണിയൊക്കെ ആകുമ്പോൾ മൂത്ത ആൾ വരും. പക്ഷെ 4 ആയിട്ട് കണ്ടില്ല. ഞാനും കൊണ്ടും കൂടി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ഇട്ടിട്ടൊരു ഒരു ഓട്ടം കൊടുത്ത് ദോ വരുന്നു. പിന്നെ എന്നെയും വേണ്ട ആരെയും വേണ്ട. അതാ കണ്ട അവരോടെയുള്ള ചാട്ടവും ബഹളവും. പിന്നെ ഇവർ വൈകുന്നേരം കണ്ട് ഇവളെന്തോ സ്നാക്സ് പോലത്തെ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്ന് രണ്ടുപേരും കഴിക്കും. ഗുണ്ടു കട്ടിൻ്റെ താഴെ കുറേ നേരം വായി നോക്കി, ഇവർ മൈൻഡ് ചെയ്യണില്ല. പിന്നെ കുഞ്ഞാണെങ്കിൽ ഈ മാർക്ക് കുറവായതുകൊണ്ട് ബുക്കൊക്കെ കൂടെ കൊണ്ട് കിടക്കാൻ കേട്ടോ. കട്ടിലിരിക്കുമ്പോഴൊക്കെ അതോ കണ്ട ബുക്കൊക്കെ ഇരിക്കണേ, ഞാൻ ഇനി പഠിച്ചോളാമെന്നും പറഞ്ഞിട്ട്. പിന്നെ ഗുണ്ടു എടുത്ത് ഒറ്റ ചാട്ടം, എന്തായാലും കിട്ടൂല, ഇവരെ അടുത്തിരുന്നാലേ കിട്ടുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ തന്ന് ഞാൻ കൊടുത്തു. പിന്നെ അതൊക്കെ കഴിച്ച് അങ്ങനെ അധികമൊന്നുമല്ല, ഒരു 2-3 പീസൊക്കെ ഞാൻ അവന് കൊടുത്ത്. അവൻ്റെ കൊതിയൊക്കെ തീർന്നത് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കണം. അവൻ്റെ ഒരു ഇരിപ്പ് കാണാം. പണ്ടത്തെ കുഞ്ഞു കുണ്ടായിരുന്നപ്പോൾ ഇങ്ങനെയല്ലേ അവൻ എപ്പോഴും ഇരിക്കണം. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഉടനെ വീഡിയോ എടുക്കണമെന്നൊക്കെ തോന്നി. എടുത്തു. വീണ്ടും എന്തൊരു പറയാനാ. പിന്നെ ബിന്ദു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ കൊടുക്കണമെന്ന് തോന്നണുണ്ടോന്ന്. ഇല്ല, ഇപ്പൊ കൊടുക്കണമെന്ന് ഒട്ടും തോന്നുന്നില്ല. ഇപ്പം ഞങ്ങളുടെ ഇത് സത്യം കേട്ടാ. പോവാൻ നമുക്ക് എന്തോ ഭയങ്കര സ്നേഹമായി പോണ കേട്ടാ. അവനില്ലാതെ എനിക്കിപ്പോൾ പറ്റൂല.